ചേട്ടാ, ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മുന്നണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ഈ ഡേറ്റ് വരുന്നതിന് മുൻപ് നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ ആ നിർണയ ദിവസത്തിന്റെ ഡേറ്റ് വരുന്നതിന് മുൻപ് നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഒറ്റ പേരിൽ 40 പേര് ആദ്യമായിട്ട് ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്നു. കോൺഗ്രസ് ആണ് ഇത്തവണ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. പ്രധാന വാർത്താ മാധ്യമങ്ങളിലേക്ക് വാർത്തയായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്ന ഭരണപക്ഷത്തെ കാണുന്നു, BJPയുടെ വരുന്നു, എന്നിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കാണുന്നില്ല. ഇതിന്റെ ട്രോളുകളുടെ പെരുമഴയാണ് ഈ ഇടത് സൈബറിടങ്ങളിൽ. അപ്പോ അത്തരത്തിൽ എന്നിട്ടും ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഘട്ടം ഇതുവരെ ആദ്യത്തെ 55 പേരുടെ പേര് മാത്രമേ ആദ്യത്തെ 55 പേരുടെ പേര് മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. ബാക്കി ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നായിരുന്നു ശ്രീ പിണറായി വിജയന്റെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം. അദ്ദേഹം പാർട്ടി പ്രവർത്തകരുമായി നോമിനേഷൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതെ, ഒരിടത്ത് കൂട്ടയടി നടക്കുന്നു, മറ്റിടത്ത് നോമിനേഷൻ കൊടുക്കുന്നു. എന്താണ് നമ്മുടെ ഒരു ഇലക്ഷന്റെ ഒരു അവസ്ഥ? ഒരിടത്ത് കൂട്ടയടി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവർ പറയുന്നത് അതിലാകെ ട്രോളിംഗ് ഇപ്പൊ വരുന്നത് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു. ചേട്ടാ, ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോ ഈ തൊമ്മനും മക്കളും സിനിമ പോലെ അപ്പനിങ്ങനെ ഇരിക്കും, മക്കൾ തമ്മിൽ തല്ലിയിട്ട് ആരാണോ ജയിക്കുന്നത് അവർക്ക് ചിക്കൻ പീസ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ അകത്ത് നിങ്ങൾ കൂട്ടയടിച്ചിട്ട്? അല്ല, അതിനകത്ത് കോൺഗ്രസിന്റെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണ്. ഇത് കരുണാകരന്റെ കാലവും AK ആന്റണിയുടെ കാലത്തും AK ആന്റണിയുടെ ഇഷ്ടത്തിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഹൈക്കമാൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കരുണാകരൻ അടുത്തൊരു പ്ലെയിൻ പിടിച്ച് ഡൽഹിയിലോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെതായ ആൾക്കാരെ പേര് തിരുത്തി കൊണ്ടുവന്ന ചരിത്രമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 24 മണിക്കൂറിനകത്ത് ഇവർക്ക് പിന്നെ സ്ഥാനാർത്ഥികളായില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന CPM-നെ ഈ പാർട്ടിക്ക് എറണാകുളം ജില്ലയിൽ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നറിയോ? അതിൽ ഇപ്പോൾ കണ്ണൂര് ഒരു ഗോവിന്ദൻ മാഷല്ലാതെ മറ്റൊരു ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടിയിൽ എത്രയെങ്കിലും കൊല്ലം 50 കൊല്ലത്തിലധികം TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം എത്രയെങ്കിലും വർഷമായി പാർട്ടിക്കകത്ത് ഉള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ ഈ പറയുന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ TK ഗോവിന്ദൻ 50 വർഷം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അത് പുറത്തു വന്ന ഒരു വിഷയമാണ്. എന്നാൽ എറണാകുളത്ത് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ എന്ന് പറഞ്ഞ് ചാനലുകളിൽ ഡിബേറ്റിൽ ചർച്ചകൾക്ക് വരുന്ന ഒരു അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. M സ്വരാജ് എന്ന് പറയുന്ന പാർട്ടിയുടെ തീപ്പൊരി നേതാവുണ്ട്. ശരി, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മുൻ മേയറുണ്ട്. അനിൽകുമാറിൻ്റെ പേര് തൃപ്പൂണിത്തുറയിൽ കേട്ടതാണ്, വേറെ തൃക്കാക്കരയിൽ കേട്ടതാണ്. അനിൽകുമാർ വളരെ നല്ല രീതിയിൽ ഇവിടെ എറണാകുളം കൊണ്ടുപോയൊരു മേയറാണ്. അപ്പോൾ ഇത് പാർട്ടിക്കകത്ത് കാര്യം എറണാകുളം ജില്ലയിൽ സീറ്റുകൾ ഭാഗം വെച്ചപ്പോൾ അത് നമുക്ക് നോക്കി നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞാൽ അത് ഇതിനേക്കാളും ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ അത്തരത്തിൽ എന്താ കുറവ്? അനിൽകുമാറിന് എന്താ കുറവ്? ഏറ്റവും നല്ലൊരു മേയറായിരുന്നു. അരുൺകുമാറിന് എന്താ കുറവ്? അയാൾ എത്രയെങ്കിലും നാളായിട്ട് കഴിഞ്ഞ തവണ ഇവിടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉമാ തോമസിനെതിരെ പേര് പൊങ്ങി വന്ന ഒരാളാണ് അരുൺകുമാർ. എന്നിട്ട് അന്ന് മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രി പദവിയിൽ തുടരുന്ന രാജീവാണ് അന്നൊരു ഡോക്ടറെ പേരിവിടെ നിർദ്ദേശിച്ചത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ CPM-നകത്ത് നല്ല അടപടലം അടി നടക്കുന്നുണ്ട്. നല്ല അടി കൊച്ചിയിൽ ഇപ്പോൾ അടിയാണ് നടക്കുന്നത്. അരുൺകുമാറിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല? അതുപോലെ തന്നെ ഈ M സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എം സ്വരാജ് പിന്നെ അന്നും ഇന്നും ഔദ്യോഗിക പക്ഷത്തിൽ നിൽക്കുന്ന ഒരാളല്ലേ. M സ്വരാജിനെ എന്തുകൊണ്ട് ആക്കിയില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ പിന്തുണച്ച അവകാശമായി മരുമകൻ നിൽക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം ആരെയും മരുമകനെ ഇനിയിപ്പോൾ അരിയിട്ട് വാഴിക്കണം. അത് പുതിയൊരു CPM സ്ട്രാറ്റജി ആയിരിക്കാം. സിറ്റിംഗ് MLA അല്ലെങ്കിൽ സിറ്റിംഗ് പദവികളിൽ ഇരുന്ന ആൾക്കാർ മാറി നിൽക്കട്ടെ, അതേപോലെ ഇത്തരത്തിലുള്ള തമ്മിൽ അടിപിടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ മാറി നിൽക്കട്ടെ, അതൊരു പുതിയ സ്ട്രാറ്റജി ആയിരിക്കാം. അത് നമ്മൾ കണ്ണൂർ കാണുന്നുണ്ട്, ആലപ്പുഴയിൽ കാണുന്നുണ്ട്, എറണാകുളത്തും ഇപ്പോൾ കാണുന്നുണ്ട്. ഇനി ബാക്കി ജില്ലകളിലെ നമ്മൾ പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് വരുന്നില്ല. ചിലയിടത്തൊക്കെ പാലക്കാടൊക്കെ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും പിന്നെ അടി കൂടേണ്ട ആവശ്യമില്ലല്ലോ. തോറ്റു പോകുന്ന സ്ഥലത്ത് എന്തിനാണ് ചേട്ടാ അടി ഉണ്ടാകുന്നത്? ജയിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജയസാധ്യത വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ CPM-ന്റെ ഭാഗത്തു നിന്നും അടി ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ തമ്മിലടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തമ്മിലടി. അല്ല, അത് ആ ഒരു പോയിന്റ് ഞാൻ കറക്റ്റ് പിടിക്കുവാണ്. ഈ തമ്മിലടി ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരാളെ കോർണർ ചെയ്യുക,
ഒരാളെ നിരുപാധികം കോർണർ ചെയ്യുക, അയാളെ മാനസികമായി പീഡിപ്പിക്കുക, അയാളെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, അതിൽ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി ഇടപെടാതിരിക്കുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടാതിരിക്കുക, എന്നിട്ട് അവസാനം മൂന്നാം വട്ടം ഭരണം ആഗ്രഹിക്കുന്ന അവരുടെ ഭാഷയിൽ സഖാവ് പിണറായി നോക്കി നിൽക്കവേ ഇറങ്ങിപ്പോവുകയാണ്. ഈ പറയുന്ന പീഡനം ഏറ്റ് ഇറങ്ങിപ്പോയവരാരൊക്കെ? ഒന്ന് ജി സുധാകരൻ, ഒന്ന് ഈ പറയുന്ന ഷൊർണൂറുകാരനായിട്ടുള്ള ഷൊർണൂർ മത്സരിക്കാൻ പോകുന്ന പി കെ ശശി. ഇങ്ങനെ ഈ പാർട്ടിക്കകത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ്, കണ്ണൂരത്തെ നേതാവ്, ഇങ്ങനെ പീഡിപ്പിച്ച് അവസാനം അവർ ഇട്ടെറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി, അവരുടെ സംഘടന, ഇവർ മറ്റുള്ളവരെ കുറ്റം പറയുകയാണല്ലോ, അവരെ ട്രോളിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്തേ ഇതുവരെ സ്ഥാനാർത്ഥിയാവാത്തതെന്ന്. നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ എറണാകുളത്തെ കാര്യം പറഞ്ഞു, അനിൽകുമാറിനും അരുൺകുമാറിനും എം സ്വരാജിനെ ഇവർ അറിഞ്ഞുകൊണ്ടല്ലേ മലപ്പുറത്ത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെടുത്തിയപ്പോൾ നിർത്തി. നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? എം സ്വരാജ് എന്തായാലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് അറിയാം. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ആന്റി ഇൻകംബൻസി നല്ല രീതിയിൽ നിൽക്കുന്ന സമയം, അവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്നിട്ട് എന്തിന് മലപ്പുറത്ത് എം സ്വരാജിനെ നിർത്തി? ചിലപ്പോ അതൊരു ട്രെൻഡ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ പാലക്കാടിനെ പറയില്ലേ, അല്ല ഇപ്പൊ നമ്മൾ പാലക്കാടിനെ പറയില്ല, അവിടെ ഒരു മത്സരമില്ല, കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം, വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു ആ ഒരു ഇമ്പാക്ട് ഉപതെരഞ്ഞെടുപ്പിൽ അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. അല്ല മേ ബി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്താണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വൻ ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം സർക്കാർ അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് ജനങ്ങളിൽ ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവർക്ക് പറയാൻ പറ്റുമല്ലോ, ഇത് സഖ്യം ചേരലാണ്, കോൺഗ്രസിന് അങ്ങോട്ട് വോട്ട് മറിച്ചു, അങ്ങനെ പറഞ്ഞു തള്ളാൻ പറ്റുള്ളൂ. നിലമ്പൂര് അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തില് ഈ പറയുന്ന എം സ്വരാജിന് വോട്ട് കിട്ടിയില്ല, ഭൂരിപക്ഷം കുറവായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ അൻവർ എന്ന് മത്സരിച്ച സമയമാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ പാർട്ടിക്ക് ചിലപ്പോ ചിലരുടെ മേല് ഒരു കണ്ണ്, ഒരു ദൃഷ്ടി, ഒരു നോട്ടം വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടം ചിലപ്പോൾ ഒരു വല്ലാത്ത നോട്ടമാണെങ്കിൽ അണ്ടർലൈൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അവനെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞു, അവനെ ഇനി ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കണം. ഇവിടെ ഒരു പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതായിരുന്നു അല്ലേ? എന്നിട്ട് എവിടെയെല്ലാം അഡ്വോ കമ്മിറ്റി ഉണ്ടെന്ന് അറിയാമോ? കരുനാഗപ്പള്ളിയിൽ അഡ്വോ കമ്മിറ്റി ഉണ്ട്, പാലക്കാട് അഡ്വോ കമ്മിറ്റി ഉണ്ട്. ഇവിടെ ഈ പുകച്ചു പുറത്ത് ചാടിച്ചവർ, ഈ പറയുന്ന പി കെ ശശി എന്ന് പറഞ്ഞാൽ ഭരണം തീർന്നവരെ KTDC ചെയർമാനായിട്ട് ഇരുന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലേ? ഇതൊക്കെ ഇവരൊക്കെ ഇവിടെ ഉള്ളപ്പോഴേ. അപ്പൊ ഇവരിങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്ത് കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, കോൺഗ്രസ് അങ്ങനെയാണെന്ന് പറയുന്നു, കോൺഗ്രസ് ഇങ്ങനെ. ആദ്യം വേണ്ടത് ഈ മുതുകത്തിരിക്കുന്നത് തട്ടിക്കളയണം, എന്നിട്ട് വെട്ടത്തിലിരിക്കുന്നവിടെ പോയാൽ മതി. ആദ്യം അതാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ CPM ഈ കണ്ണിക്കാണ ഈ ആദ്യം അവർ നന്നാവാൻ നോക്കുക. ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും കൊച്ചി പോലൊരു പ്രദേശവും ആയതുകൊണ്ട് ഈ പാർട്ടിയിലെ അച്ചടക്കമുള്ള സഖാക്കളായതുകൊണ്ടായിരിക്കാം, അവരുടെ ഭാഷയിൽ സഖാക്കളായതുകൊണ്ടായിരിക്കാം അരുൺകുമാറും ഈ പറയുന്ന എം സ്വരാജും ഈ അനിൽകുമാറും പുറത്തു പറയാത്തത്. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും വേണോ പുറത്തു ചാടാം. ഇന്ന് ഇത് പറയുകയാണെങ്കിൽ നാളെ കുലകുത്തിയാവും. അവർക്കും ഒരു വികാരം ഉണ്ടായിരിക്കാം, ചിലപ്പോ നാളെ കുലകുത്തിയാവും. അല്ല, നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആരൊക്കെ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോട്ടെ. പിന്നെ ചിലയിടത്ത് ഇത്തരത്തിലുള്ള കുടുംബ ഭാഷകളും അല്ലെങ്കിൽ അർഹപ്പെട്ട ഈ ജി സുധാകരന്റെ ഒക്കെ വശം എടുത്ത് നോക്കുകയാണെങ്കിൽ തനിക്ക് ആവശ്യമാണ്, തന്നെ ആവശ്യമില്ലാതെ മാറ്റി നിർത്തുന്നതിനോട് ജി സുധാകരൻ മാറ്റി പറഞ്ഞു. മൂന്നാം തവണയും പിണറായി വരില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണ്ടി കോൺഗ്രസ് അത് സ്വാഭാവികം, നമ്മളത് പ്രതീക്ഷിക്കുന്നതാണ് ചേട്ടാ. തുടക്കത്തിൽ അതാ ഞാൻ പറഞ്ഞത്, ചിലരത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയും, ചിലരിങ്ങനെ മൗനമായിട്ട്. അതായിരിക്കും ഈ ഒരു മൗനത്തിന്റെ പിന്നിൽ. തന്നെ ഇവർക്ക് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും പിണറായി സർക്കാർ എന്തായാലും മൂന്നാമത് വരില്ല. എം സ്വരാജിനെയൊക്കെ നോക്കുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടില്ലേ, ഇനിയിപ്പോ വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങണ്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതിനൊരു മുഖപടം എന്ന പോലെ പാർട്ടി പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല. അങ്ങനെയും ആയിക്കൂടെ, നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞു വെക്കാനും പറ്റില്ല, അങ്ങനെയും ആകാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് ഈ ആൾക്കാരുടെ ഈ ഒരു തമ്മിലടിക്ക് അപ്പുറത്തേക്കും വിരുദ്ധ വികാരം, അഴിമതി. കഴിഞ്ഞ ദിവസം ഈ തുടക്കത്തിൽ ഇലക്ഷൻ ഡേറ്റിന്റെ ഒരു പ്രഖ്യാപനത്തിൽ നമ്മൾ പത്രത്തിലൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മുഖ പേജിനകത്തിൽ അഴിമതി, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ, അതേപോലെ സ്വർണ്ണക്കൊള്ള, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അല്ലാതെ ഇത് ഒരു തമ്മിലടിയിൽ മാത്രമോ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഈ ഒരു പ്രശ്നം
അവിടെയും പ്രശ്നമാണ് അതെ ചേട്ടാ. അതെ ജനങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ സേവനങ്ങളിലും അഴിമതിയും പ്രശ്നങ്ങളുമാണ്. പാർട്ടിക്കകത്തും പ്രശ്നങ്ങളാണ്, പാർട്ടിക്കകത്ത് തമ്മിലടികളാണ്. ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നേതൃത്വത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയാം അല്ലെങ്കിൽ ഭരിച്ചു പോകാൻ പറ്റും, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇടയിൽ കോൺഗ്രസിനെ പോലെയല്ല, തമ്മിലടികളില്ല, സീറ്റിന് പ്രശ്നമില്ല എന്നാണ്. ഞങ്ങൾക്കിടയിൽ നിൽക്കും. ആ ഒരു സീറ്റിന്റെ പ്രശ്നവും തമ്മിലടിയും ഈ CPM-ലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളില് പാർട്ടിയോടുള്ള വിശ്വാസ്യത കുറവ് വന്നു, പാർട്ടിയെ വിശ്വസിച്ചിരുന്ന പാർട്ടി അനുഭാവികൾക്ക് മാറ്റം വന്നു തുടങ്ങി. അപ്പൊ ഇതും പാർട്ടിയെ ബാധിക്കാനായിട്ടുള്ളൊരു രീതിയാണ്. അതെങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഒരു 10 വികസനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുറെ പെൻഷനുകളും ഒക്കെ വാഗ്ദാനം ചെയ്യുമ്പോഴത്തേക്കും പാവം ജനങ്ങളാണ്, അവർക്ക് നിത്യേന ഉണ്ടാവുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുക തന്നെയാണ് ആവശ്യം. അല്ലാതെ ഈ ഭരണാധികാരികളെയൊക്കെ നന്നാക്കിയിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ നന്നാക്കാൻ ഈ 10 അല്ലെങ്കിൽ 80 വയസ്സ് അല്ലെങ്കിൽ പിണറായി സഖാവിനൊക്കെ 80-ന് മുകളിൽ പ്രായമുണ്ട്. ഈ 80 മുകളിൽ പ്രായമുള്ള ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയാക്കാനോ അല്ലെങ്കിൽ രീതികൾ ശരിയാക്കാനോ പാർട്ടിക്ക് പോലും ഇനി താല്പര്യമില്ല. ഇനി എന്ത് ക്ലാസ് ഭാര്യ വിചാരിച്ച പോലെ അതാ, ഇനി ജനങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ഇനി അവരെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നടപ്പിലാക്കി കൊടുക്കുന്ന സർക്കാരായി ഇവർ മാറുകയാണെങ്കിൽ അവർ അംഗീകരിച്ചു പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരെയൊക്കെ നന്നാക്കിയിട്ട് ഇനി ആർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പാർട്ടിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രശ്നങ്ങളാണെങ്കിലും അതെങ്ങനെ ഇനി പരിഹരിച്ചു പോകുന്നെന്നുള്ളതായിരിക്കും ഇവരുടെ സംശയം എന്ന് പറയുന്നത്. കാരണം എല്ലാ വാലും തലയൊക്കെ വിട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നു, ഓരോ വഴിക്ക്. ഈ സാധാരണ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, എല്ലാവർക്കും നമ്മളൊരു വിഷയത്തെ പറ്റി ഇവരോട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവായിരിക്കും എല്ലാവരും പറയുന്നത്. ഇപ്പൊ 10 ഉത്തരങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോ ഉത്തരങ്ങളാണ്. ഇത് ഇവർ കോൺഗ്രസിനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ 10 മുഖ്യമന്ത്രിമാർ ഉള്ളതുപോലെ 10 ഉത്തരങ്ങളാണ് അല്ലെങ്കിൽ 10 നിലപാടുകളാണ്. അതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ CPM എത്തി തുടങ്ങി. അപ്പൊ ഏത് പേരിലാണ് ഇവർ തമ്മിൽ ഇനിയൊരു അല്ലെങ്കിൽ വേർതിരിക്കാൻ പറ്റുന്നത് CPM ആണ് ആലോചിക്കേണ്ടത്. അതേപോലെ ഈ തമ്മിലടികളൊക്കെ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും കൂടി വരുന്നത്. അണികളൊക്കെ പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി വോട്ടുകളൊക്കെ മറിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരുന്നത്. ഇതും നമുക്ക് ഈ ഇലക്ഷനിൽ കാണാൻ സാധിക്കും. അത് പല മണ്ഡലങ്ങളിൽ ഇപ്പോഴേ അതിന്റെ ചർച്ചകളും നിരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അണികളുടെ അല്ലെങ്കിൽ അവരുടെ നമ്മളോടുള്ള അപ്രോച്ച് കൊണ്ടാണെങ്കിലും അവർ ആ മണ്ഡലത്തിൽ അവർക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനങ്ങളാണെങ്കിലും സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹമാണെങ്കിലും ഇതൊക്കെ അതൊക്കെ നമുക്ക് നേരിട്ടറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഏതായാലും കോൺഗ്രസിനെ കുറ്റം പറയുന്ന, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറ്റം പറയുന്ന, അതിന് സൈബറിടങ്ങൾ കയറി മേയുന്ന CPM-ന് അത് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. കാര്യം കൺവെട്ടത്ത് നമ്മളിവിടെ കാണുകയാണ് എറണാകുളം ജില്ലയിലെ കൂട്ടയടി.